തന്റെ റൂമിലെ ശല്യക്കാരനെ കണ്ടെത്താൻ വേണ്ടി ക്യാമറ വെച്ച ജിൻസൺ ക്യാമറ പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച ജിൻസനെ മാത്രമല്ല ഞെട്ടിച്ചത്, അവന്റെ കഥ കേട്ട മുഴുവൻ സൈക്കോളജിസ്റ്റുകളെയും സൈക്യാട്രിസ്റ്റുകളെയും കൂടിയാണ്. ജിൻസൺ തന്നെയായിരുന്നു ആ റൂമിലെ ശല്യക്കാരൻ. ഉറക്കത്തിൽ ജിൻസൺ പോലും അറിയാതെയാണ് അവൻ തന്നെ എണീറ്റ് അവന്റെ റൂമിലുള്ള എല്ലാം എറിഞ്ഞുടയ്ക്കുന്നതും വലിച്ചുവാരിയിടുന്നതും. ഉറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. ചിലർ കരുതുന്നത് മരിച്ചതിന് തുല്യമാണ് ഉറക്കം എന്നുള്ളത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്നതാണ് സത്യാവസ്ഥ. ഉറക്കവും മരണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മരണം എന്താണെന്നുള്ളത് മരിച്ചവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. ഉറങ്ങുമ്പോൾ നമ്മൾ പൂർണ്ണമായും ലോകത്തോട് വിട പറയുന്നില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, സെൻസ് ഓർഗൻസ് ഒക്കെ ആക്റ്റീവായി തന്നെ ഉണ്ടാകും. ഒരു റെസ്റ്റ് പൊസിഷനിലായിരിക്കും അവ. ഉറക്കത്തിൽ വലിയ ശബ്ദം കേട്ടാൽ നമുക്ക് ഉണരാൻ സാധിക്കുന്നതും അലാറം വയ്ക്കുമ്പോൾ അത് കേൾക്കുന്നതും ഉറക്കത്തിലും നമ്മുടെ സെൻസ് ഓർഗൻസ് ആക്റ്റീവായി ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് മുതൽ ഫ്രിഡ്ജ് തുറന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന അവസ്ഥ വരെയുണ്ട് എന്നുള്ളതാണ്. ഉറക്കത്തിൽ സംസാരിക്കുക, ഉറക്കത്തിൽ എണീറ്റ് നടക്കുക എന്നിവയൊക്കെ ഉണ്ടാകാറുമുണ്ട്. ഇത്തരം അവസ്ഥകളൊക്കെ അനുഭവിക്കുന്ന ആൾ പലപ്പോഴും അറിയാറ് കൂടിയില്ല. ഇവയെല്ലാം സൈക്കോളജിയിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായ കാര്യങ്ങൾ മനഃശാസ്ത്രത്തിൽ ഉണ്ട് എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടാൽ നിങ്ങൾക്കത് തള്ളിക്കളയാൻ സാധിക്കില്ല. അതാണ് സൈക്കോളജി എന്ന സത്യം എന്നുള്ളത്. ഉറക്കം എന്നത് ഇപ്പോഴും പഠന വിധേയമായി കാണുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. സ്ലീപ്പ് ഡിസോർഡേഴ്സ് മുതൽ മറ്റു മാനസിക രോഗങ്ങൾ വരെ ഉറക്കത്തിന്റെ താളം തെറ്റിച്ചേക്കാം എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. I got the horses in the back, horse stock is attached. Head is matted black, got the bushes black.